മട്ടാഞ്ചേരി നിവാസികൾ കാലങ്ങളായി നേരിടുന്ന പ്രശ്നമാണ് കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത്. നിലവിൽ പ്രശ്നം അല്പം ഗുരുതരമായിരിക്കുകയാണ്. കായലിൽ എക്കൽ മണ്ണിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും പരിഹാരമാകാത്തത് അധികൃതരുടെ അനാസ്ഥ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി നിവാസികളെ സംബന്ധിച്ചോളം ഒഴിവാക്കാൻ കഴിയാത്ത സർവീസാണ് ബോട്ട് സർവീസ്. എന്നാൽ കൊച്ചി കായലുണ്ടായ കനത്ത എക്കൽ മണ്ണിനെ തുടർന്ന് മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. 6 വർഷമായി ഈ യാത്ര ഇല്ലാതായിട്ട് പ്രളയക്കെടുതിൽ തടി വന്ന് അടഞ്ഞെന്നും പറഞ്ഞിട്ടാണ് യാത്ര നിർത്തിവെച്ചത്. അന്നും ഇവർ ഈ വേലിയേറ്റത്തിന് മാത്രം ബോട്ട് പിടിക്കുള്ളൂ, വേലിയിറക്കത്തിന് പിടിക്കില്ല. ഞാൻ ഐലൻഡിൽ ബോട്ട് പോലും കെട്ടിയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് ബോട്ട് വരണമെന്നും പറഞ്ഞിട്ട് അവരത് ചെയ്തില്ല. അവരെങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കണ ചെട്ടി. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടണമെന്ന് അറിയാമോ? ബോട്ട് ഇവിടെ വന്ന് അടുത്തെങ്കിലേ ഞങ്ങൾക്ക് 10 രൂപ കിട്ടുള്ളൂ. ഞങ്ങൾ അത്രയും കിടന്ന് കഷ്ടപ്പെടണേണ്. ഒരു ദിവസം ആകെ 11 സർവീസ് മാത്രമാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലുള്ളത്. ഇവിടെ നിന്നും എറണാകുളത്തേക്കും എറണാകുളത്തു നിന്നും തിരിച്ചുമുള്ള സർവീസാണ് ആകസ്മികമായി റദ്ദാക്കിയതായി അറിയിക്കുന്നത്. തിരക്കേറിയ വേളയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധി. മൊത്തത്തിൽ പ്രയാസമുള്ള ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഐലൻഡിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. കൊച്ചിനെ സംബന്ധിച്ച് ഐലൻഡിയാണ് മെയിൻ കേന്ദ്രം. അവിടെ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ വരുന്നത്. കറക്റ്റ് ടൈം അറ്റൻഡിങ് ഉണ്ട്. ഇവിടെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അറ്റൻഡും പോവും, പണിയും പോവും, എല്ലാം പോവും. സമയത്ത് ജോലിക്കെത്താൻ കഴിയാത്തതിനാൽ 1/2 ദിവസത്തെ കൂലി നഷ്ടമായെന്നും യാത്രക്കാർ പറയുന്നു. കോടികൾ ചിലവഴിച്ച് നവീകരിച്ച ബോട്ട് ജെട്ടി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ശരിയായ രീതിയിൽ കായലിൽ ഡ്രഡ്ജിംഗ് നടത്താതെയാണ് സർവീസ് ആരംഭിച്ചതെന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കായലിൽ വൻതോതിൽ എക്കൽ മണ്ണ് രൂപപ്പെട്ടത്. വേലിയിറക്ക സമയത്ത് നിരന്തരമായി സർവീസ് മുടങ്ങുന്നത് ചൂണ്ടിക്കാട്ടി MLA അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ലെന്നും നാട്ടുകാർ. ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇന്നും ഇത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരെ വിശ്വസിച്ച് വോട്ട് കൊടുത്ത് ജനപ്രതിനിധിയാക്കി വിട്ടിരിക്കുന്ന ഇതുപോലുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാനാണ്. ഈ ബോട്ട് ആശ്രയിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് അതിൻ്റെ വരുമാനം ഉണ്ടാവുകയും ഈ പ്രദേശത്ത് ഇപ്പം നിലവിൽ തൊഴിലില്ലായ്മകൾ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ്. ബോട്ടിന്റെ സമയം കണക്കാക്കിയെത്തുന്ന യാത്രക്കാർ വഴിയിൽ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് ഗുരുതരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യാത്രികരുടെ ഭാഗത്തുനിന്ന് ഉടലെടുത്തത് വൻ പ്രതിഷേധം. പിന്നാലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനം ചെറിയ തോതിൽ ആരംഭിച്ചു. ശാശ്വത പരിഹാരമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നവീകരിച്ച ബോട്ട് ജെട്ടി, വിദേശികളടക്കം ദിനംപ്രതി യാത്രികർ വന്നുപോകുന്ന ബോട്ട് ജെട്ടി, അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നത്. ഡ്രഡ്ജിങ്ങിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇവർ പറയുന്നു. മട്ടാഞ്ചേരിയിൽ നിന്നും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് റദ്ദാക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയാണ് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. നിരന്തരം സർവീസ് മുടങ്ങുന്നതിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന വിമർശനവും അവർ ഉന്നയിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഈ 2 കുറ്റികൾ നടുക്ക് ചെളി കൂട്ടി ഒരു ദ്വീപ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബോട്ട് എടുക്കില്ല. ബോട്ട് ശരിക്കും വെള്ളം വന്ന് വേലിയേറ്റമാകുമ്പോൾ മാത്രം ബോട്ടിനും സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പണി ഇവിടെ നടക്കില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രഡ്ജിങ്ങിന് ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. ചെളി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല. ചെളി അവർ കോരി അപ്പുറം ഇപ്പുറം സൈഡാക്കി. ഇപ്പോൾ ഒരു ബോട്ട് സർവീസ് തുടങ്ങിയിരിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. ചെറിയൊരു ചാല് പോലെ ആക്കിയിരിക്കുന്നത്. ചെളി അപ്പുറം ഇപ്പുറം കിടക്കുന്നുണ്ട്. ഈ ഏറ്റവും സെറ്റ് ബോട്ടുകൾ വന്നുകൊണ്ടിരുന്ന ഈ ടൂറിസ്റ്റുകൾ ഒരു ബോട്ട് പോലും പിടിക്കില്ല. ഇവർ വന്ന് തന്നെ ബോട്ട് പെട്ടുപോകും എന്ന് വിചാരിച്ചിട്ട് വന്നില്ല. ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബോട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം ബ്ലോക്കായി. ഇത് എത്രയും പെട്ടെന്ന്